ഹായ്, ഗുഡ് മോർണിംഗ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും ശുഭചിന്തകളോടുകൂടിയ ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിന്റെ ഒരു ഇത്ര മനോഹരം എന്ന് മനസ്സിലാക്കി തന്നത് ഈ ക്ലാസ്സിന് ശേഷമാണ്, ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യം നമ്മൾ പലപ്പോഴായിട്ടും പല ചിലർക്കാരും നന്ദി പറയുന്നുണ്ടെങ്കിലും അത് ഇത്രത്തോളം ആഴത്തിൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ക്ലാസ്സിലൂടെയാണ് സാധിച്ചത്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ ചിലപ്പോഴൊക്കെ ചില മിസ്റ്റേക്കുകൾ അവർ ചെയ്യുമ്പോൾ നമ്മളുടെ അപ്രോച്ചുകൾ ആദ്യം എങ്ങനെയായിരുന്നോ ആ അപ്രോച്ചിലല്ല ഞാനിപ്പോൾ അവരെ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് തോന്നും ആദ്യം നമ്മൾ ചിലപ്പോൾ നമ്മളൊരു പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അവർക്ക് തന്നെ ചെറിയൊരു വ്യത്യാസങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളത് ചിന്തിച്ചു തുടങ്ങി, എന്തിനാണ് അവരെന്തായാലും അവരൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു, ഇനി ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്നൊരു ചിന്ത വന്നതും നമ്മളെ ജീവിത ശൈലികൾ, ഇപ്പോൾ നമുക്ക് ഫുഡ് ചെയ്തിരുന്ന കുക്ക്, സർവീസ് ചെയ്യുന്ന ആളുകൾ, അവരോടൊക്കെ എവരിഡേ ഒരു നന്ദി പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യം നമ്മൾ വല്ലപ്പോഴും ഒരു നല്ല അടിപൊളി ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ അവരോട് അതിന് അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അധിക ദിവസം നന്ദി പറയും. ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ പറയും, അവരെ കണ്ടിട്ട് ഞാൻ എന്നാ അടിപൊളി ആയിട്ടെന്ന് പറയും. അപ്പം അവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുനിന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റാഫുകളുടെ കൂടെയും അവർക്കും ഞാൻ നല്ലൊരു കാര്യം ചെയ്ത അപ്പം തന്നെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സുഖം ഇപ്പോഴാണ് എനിക്കത് ഹൃദയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സാർ, താങ്ക് യു ഓൾ ഓഫ് യു.